ഇരിങ്ങാലക്കുടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസിലെ ഡ്രൈവറാണ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയത്. ഡ്രൈവർ മൂർക്കനാട് സ്വദേശി രാധാകൃഷ്ണനെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടന്ന CSR തട്ടിപ്പിൽ തൃശൂർ ജില്ലയിലും വൻ കൊള്ള. ജില്ലയിൽ മാത്രം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പരാതി. മറ്റത്തൂർ പുത്തനോളിയിലെ മൈക്രോ വാട്ടർഷെഡ് അസോസിയേഷൻ കെട്ടിടം ശോച്യാവസ്ഥയിൽ. കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാൻ ദേവസ്വത്തിന് നിർദ്ദേശം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസിലെ ഡ്രൈവറാണ് ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ ഉപയോഗിച്ചത്. ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവാകുന്നതിനിടെയാണ് ബസ് ജീവനക്കാർ അശ്രദ്ധമായി സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരിയാണ് ഡ്രൈവർ ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി TCVക്ക് നൽകിയത്. ബസ് ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഡ്രൈവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് എന്ന സ്വകാര്യ ബസിലെ ഡ്രൈവർ മൂർക്കനാട് സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ രാധാകൃഷ്ണനെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും മറ്റുമുള്ള നടപടികൾക്കുമായി മോട്ടോർ വെഹിക്കിൾ വകുപ്പിന് കൈമാറിയതായും പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ഓവർടേക്കിംഗിനെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാരും എയ്സ് ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. നാട്ടുകാർ ബസ് തടഞ്ഞു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ചാപ്പാറ ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും യാത്രക്കാരുമായി കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന സുമംഗലീസ് എന്ന ബസ് അതേ ദിശയിൽ വരികയായിരുന്ന ഐസ്ക്രീം വിതരണം ചെയ്യുന്ന എയ്സിന് വഴി കൊടുക്കാതിരിക്കുകയും അപകടകരമായ വിധത്തിൽ മറികടക്കുകയും ചെയ്തതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. നാട്ടുകാർ കൂടി ഇടപെട്ടതോടെ പ്രശ്നം കയ്യാങ്കളിയിലെത്തി. അരമണിക്കൂറോളം സമയം നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇടപെടലിലൂടെ ബസ് വിട്ടയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും പോലീസിൽ പരാതി നൽകി. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞു നടത്തിയ CSR തട്ടിപ്പിൽ തൃശൂരിലും നടന്നത് വൻ കൊള്ള. ജില്ലയിലെ 3 സീഡ് സൊസൈറ്റികളിൽ നിന്നായി തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് 4 മാസത്തിനിടെ ഒഴുകിയത് 1.5 കോടി രൂപ. വടക്കാഞ്ചേരിയിലും പുഴയ്ക്കലും കോൺഗ്രസ് ജനപ്രതിനിധികൾ നേതൃത്വം നൽകുന്ന സൊസൈറ്റികൾ തട്ടിപ്പിനിരയായപ്പോൾ അന്തിക്കാട് CPMന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റും നേതൃത്വം നൽകുന്ന സൊസൈറ്റിയാണ് തട്ടിപ്പിനിരയായത്. പകുതി വില തട്ടിപ്പിൽ തൃശൂരിൽ മാത്രം 1.5 കോടി രൂപയുടെ പരാതികൾ ഇതുവരെ ഉയർന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി, അന്തിക്കാട്, പുഴയ്ക്കൽ, ഉല്ലൂക്കര എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം തട്ടിപ്പ് നടന്നത്. കേരളമാകെ നടന്ന കോടികളുടെ പാതിവില തട്ടിപ്പിൽ ED പ്രാഥമിക വിവരശേഖരണം നടത്തി. കേരളം മൊത്തം നടത്തിയ സീഡ് 1000 കോടി തട്ടിപ്പ് എരുമപ്പെട്ടിയിലും. തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സഫീന അസീസ്, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് എന്നിവർ പ്രധാന കോർഡിനേറ്റർമാരായാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 200ഓളം പേർ എരുമപ്പെട്ടിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചനയുള്ളത്. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവ പകുതി വിലയിൽ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. മെമ്പർഷിപ്പ് ഫീസായി 325 രൂപയും ഈടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എരുമപ്പെട്ടി പോലീസിൽ തട്ടിപ്പിനിരയായവർ നൽകി. തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും നടത്തിയ ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി NM മിഥുൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, സുമന സുഗതൻ, MV വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ് എന്നിവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ആരോപിച്ചു. ഈ സുനീഷ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിലവിലുള്ള നേരത്തെ പറഞ്ഞ 1-ാം വാർഡ് മെമ്പർ റീനയും 17-ാം വാർഡ് മെമ്പർ MC ഐജു ഉൾപ്പെടെയുള്ള റാക്കറ്റാണ് ഇതിന് പുറകിൽ. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന 100 കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ അനന്തകൃഷ്ണൻ എരുമപ്പെട്ടിയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ പാവപ്പെട്ടവരെ പറ്റിക്കാൻ, പാവപ്പെട്ട വനിതകളെ വഴിയാധാരമാക്കാൻ, പാവപ്പെട്ടവരെ പ്രലോഭനം നടത്തി തട്ടിപ്പ് നടത്തിയ സഫീന അസീസ് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നിയമവിധേയമായ നടപടികൾ സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപകീർത്തിപരമായ പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി മഹിളാ കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ബുഷറ റഷീദ്. നാട്ടിൽ സ്പർദ്ധയും സംഘർഷവും സൃഷ്ടിക്കുവാൻ കരുതിക്കൂട്ടി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കാണിച്ചാണ് പരാതി നൽകിയത്. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയിൽ കഴിഞ്ഞ 9 മാസമായി താൻ പ്രവർത്തിക്കുന്നുണ്ട്. ലാപ്ടോപ്പുകൾ, ഓണക്കിറ്റ് എന്നിവ സബ്സിഡി നിരക്കിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. 10 ഗുണഭോക്താക്കളുടെയും ഫെസിലിറ്റേഷൻ ചാർജ് ഉൾപ്പെടെ തിരിച്ചു നൽകിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് സ്റ്റേറ്റ് കോർഡിനേറ്ററായ അനന്തുകൃഷ്ണനെതിരെ കേസ് വരുന്നത്. ഇതിനെ തുടർന്നാണ് ചെറിയ പ്രതിസന്ധി ഉടലെടുത്തതെന്നും വടക്കാഞ്ചേരി സീഡ്സിൽ യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ലെന്നും ബുഷറ റഷീദ് വ്യക്തമാക്കി. 50% സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനം ലഭിക്കുമെന്ന നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതെന്ന് ബുഷറ റഷീദ് പറഞ്ഞു. വർക്കിംഗ് ഡേ ദിവസമാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വർക്കിംഗ് ഡേ ദിവസം കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് കിട്ടുക. ആ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും നമുക്ക് ദിവസങ്ങൾ കെടുക്കുകയാണ്. വടക്കാഞ്ചേരി സീഡ് യാതൊരു തട്ടിപ്പും നടത്തിയിട്ടില്ല. എന്നെ കുറിച്ചിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നതിൻ്റെ ഭാഗമായി ഞാൻ വടക്കാഞ്ചേരി CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടുത്തുള്ള CCTV പരിശോധിച്ച് ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താം എന്നുള്ളത്, എന്നെ കുറിച്ചിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ച ആളുകളെയും പോസ്റ്റർ ഒട്ടിച്ച ആളുകളെയും കണ്ടെത്താം എന്നുള്ളത് CI ഉറപ്പ് തന്നിട്ടുണ്ട്. മറ്റത്തൂർ പുത്തനോളിയിലെ മൈക്രോ വാട്ടർഷെഡ് അസോസിയേഷൻ കെട്ടിടം ശോച്യാവസ്ഥയിൽ. കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം ഉയരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 22 വർഷം മുൻപ് നടപ്പാക്കിയ മണ്ണ് ജലസംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചതാണ് പുത്തനോളിയിലെ മൈക്രോ വാട്ടർഷെഡ് അസോസിയേഷൻ കെട്ടിടം. മീറ്റിംഗ് ഹാളും ഇതോടനുബന്ധിച്ചുള്ള ഓഫീസും ഉൾപ്പെടുന്ന കെട്ടിടത്തിലാണ് അടുത്ത കാലം വരെ വാർഡിലെ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയിരുന്നതെന്ന് നാട്ടുകാരനായ നന്ദകുമാർ കരുമാലി പറഞ്ഞു. കോടാലിപ്പാടം മൈക്രോ വാട്ടർഷെഡ് പദ്ധതിയുടെ കീഴിലുള്ള ഈ കെട്ടിടം വർഷങ്ങളായി ബന്ധപ്പെട്ട ആളുകൾ നോക്കാത്തതിന്റെ ഭാഗമായി നശിച്ച് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിന്റെ ഗ്രാമസഭയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വാർഡ് തല യോഗം, വൃദ്ധന്മാരുടെ, മുതിർന്ന പൗരന്മാരുടെ യോഗം, അതുപോലെ തന്നെ ഈ വാർഡിലെ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഇത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിച്ച് ഇപ്പോഴത്തെ പൊതു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ്. കുട്ടികൾക്കും അമ്മമാർക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിനും ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിരുന്നു. മേൽക്കൂരയിലെ ഷീറ്റുകൾ തുരുമ്പിച്ച് നശിക്കുകയും ചോർച്ച അനുഭവപ്പെടുകയും ചെയ്തതോടെ 1 വർഷത്തോളമായി കെട്ടിടം അടഞ്ഞുകിടക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിക്കുകയാണെങ്കിൽ വാർഡിലെ ഗ്രാമസഭ ചേരാനും വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും സൗകര്യമുള്ള ഇടമായി മാറ്റാനാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഇതിനായി വാർഡിലെ ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് അപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടകര. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. വൈദ്യുതി പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് കൺവെൻഷനിൽ COAക്ക് ഉറപ്പു നൽകി. ഒരു വലിയ
മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക. TV ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ്. ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി. ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി. അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിയും. അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നിങ്ങൾക്ക് അന്ന് ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാകുന്നത്. ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയത്. പിന്നീട് അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റായി, ഒരു പുതിയ സംവിധാനമായി, രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അത് മാറിയത്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് KV കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും KV കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിൽ എത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. KV കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും. KV കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. KV കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് ഈ മാസം 21-ന് വിഷയം വീണ്ടും പരിഗണിക്കും. സ്വർണം, വെള്ളി, ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അഴീക്കോട് കടലിൽ തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിയിൽ. മുനമ്പം പള്ളിപ്പുറം സ്വദേശി ഓളാട്ടുപുരയ്ക്കൽ വീട്ടിൽ ലൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള വചനം 2 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 2,46,200 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ബോട്ടുകൾക്ക് 5,17,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം നടത്തിയ പരിശോധനയിലാണ് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആകർഷിച്ച് വല വീശുന്ന ബോട്ടുകൾ പിടികൂടിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമ, അഴീക്കോട് തീരദേശ പോലീസ് SI PP ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ആഴക്കടലിൽ പരിശോധന നടത്തിയത്. ജീവിതോപാധിയായ പശുക്കൾ നഷ്ടപ്പെട്ട കർഷകന് കൈത്താങ്ങായി സർക്കാർ. വെളപ്പായ ചൈന ബസാറിൽ കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിക്ക് നഷ്ടപരിഹാരമായി കേരള ഫീഡ്സ് 2 പശുക്കളെയും കാലിത്തീറ്റയും നൽകി. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി ആശുപത്രികളിലേക്ക് ഡോക്ടർമാരുടെ സേവനം ഏതു സമയത്തും ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തതായും ക്ഷീരമേഖലയിലെ കർഷകരെ സംരക്ഷിക്കുവാൻ വെറ്റിനറി ആംബുലൻസുകളുടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് ബാബു, ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ് N. വീണ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് തലക്കോടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വെളപ്പായ ചൈന ബസാറിൽ കുഴിപ്പറമ്പിൽ രവിയുടെ 5 പശുക്കൾ വിഷപ്പുല്ല് ഭക്ഷിച്ച് ചത്തത്. ചാലക്കുടി നഗരസഭയുടെ പുതിയ ചെയർമാനായി ഷിബു വാലപ്പനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരം എബി ജോർജ് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. 36-അംഗ കൌൺസിലിൽ ഷിബു വാലപ്പിന് 28ഉം എതിർ സ്ഥാനാർത്ഥി LDFിലെ CS സുരേഷിന് 5 വോട്ടുകൾ വീതം ലഭിച്ചു.
സ്വതന്ത്ര അംഗങ്ങളായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. മറ്റൊരു സ്വതന്ത്ര അംഗമായ KS സുനോജ് തിരഞ്ഞെടുപ്പ് യോഗത്തിന് എത്തിയില്ല. മുൻ ചെയർമാൻ എബി ജോർജാണ് ഷിബു വാലപ്പന്റെ പേര് നിർദ്ദേശിച്ചത്. മുൻ ചെയർമാനായ VO പൈലപ്പൻ പിന്താങ്ങി. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ M വെങ്കിടേഷ് ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ചാലക്കുടി നഗരസഭാ കൌൺസിലിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി തുടരുന്ന ദമ്പതികളുടെ സാന്നിധ്യത്തിന് ഒടുവിൽ ഇരട്ട ക്ലൈമാക്സ്. സഹധർമ്മിണി ആലിസ് ഷിബു ഔദ്യോഗികമായി അധികാര കൈമാറ്റം നടത്തുമ്പോൾ സുവർണ ജൂബിലിയിലെത്തിയ നഗരസഭയിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. കോൺഗ്രസിലെ ധാരണപ്രകാരം എബി ജോർജ് രാജിവെച്ചപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള അടുത്ത ഊഴം ഷിബു വാലപ്പന്റേതായി. ചെയർപേഴ്സണായിരുന്ന ആലിസ് ഇതിനകം ചെയർമാന്റെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷമുള്ള ചടങ്ങുകൾ നിയന്ത്രിച്ചതും ആലിസ് ഷിബു ആയിരുന്നു. ഇവരുടെ വിവാഹവും പുതുമ സൃഷ്ടിച്ചിരുന്നു. കോൺഗ്രസ് കുടുംബക്കാരാണ് ഇരുവരും. 2000-ൽ VR പുരത്തു നിന്നും ഷിബു വാലപ്പൻ വിജയിച്ചപ്പോൾ വെസ്റ്റ് ചാലക്കുടി വാർഡിലെ കൈപ്പത്തി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി മറ്റത്തിൽ വീട്ടിൽ ആലീസായിരുന്നു. കൌൺസിലിൽ എത്തിയതോടെ ഇവരുടെ പ്രണയവും മൊട്ടിട്ടു. അടുത്ത വർഷം വിവാഹവും നടന്നു. തുടർന്ന് VR പുരം, തച്ചുടപ്പറമ്പ് വാർഡുകളിൽ ദമ്പതികൾ മാറി മാറി മത്സരിച്ചു ജയിച്ചു. ആലിസ് ഇതിനു മുൻപ് 2 തവണ ചെയർപേഴ്സണും 1 തവണ വൈസ് ചെയർപേഴ്സണുമായിട്ടുണ്ട്. എന്നാൽ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവിയിൽ മാത്രമാണ് ഇതിനു മുൻപ് ഷിബു അവരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഒടുവിൽ UDF പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനവും വഹിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ആക്ഷേപം. നിലവിലുള്ള ജീവനക്കാർ അധിക ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ക്ലർക്ക് തസ്തികയിൽ 3 ജീവനക്കാരുടെ സ്ഥാനത്ത് ഒരാൾ മാത്രമാണുള്ളത്. പദ്ധതികൾ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും ക്ലർക്കിന്റെ സേവനം ആവശ്യമാണ്. ക്ലർക്കിന്റെ തസ്തികയിലെ 2 പേരുടെ കുറവ് പരിഹരിക്കണമെന്ന് ജോയിന്റ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാകുന്നതോടെ ജീവനക്കാരുടെ കുറവ് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കും. തിരുവില്ലാമല ചുങ്കം സെന്ററിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. തിരുവില്ലാമല ഒറ്റപ്പാലം മെയിൻ റോഡിന്റെ മധ്യഭാഗത്താണ് പൈപ്പ് പൊട്ടി റോഡ് പൊളിഞ്ഞത്. BMBC നിലവാരത്തിൽ പണിത റോഡാണ് പൊളിഞ്ഞത്. പൈപ്പ് തകർന്ന് റോഡിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുകയാണ്. റോഡ് തകർന്ന ഭാഗത്ത് ഗതാഗത കുരുക്കും സൃഷ്ടിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്ത് കാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി രാവിലെ 11:30 നടയടച്ചാൽ വൈകിട്ട് 4:30 ഗുരുവായൂർ ക്ഷേത്രം തുറക്കുക. ഈ സമയത്ത് ദർശനം, വിവാഹം, ചോറൂൺ എന്നിവ നടത്താനാകില്ല. വിവാഹം ഷീട്ടാക്കിയവർ രാവിലെ 10 മുമ്പ് താലികെട്ട് നടത്തണമെന്ന് ദേവസ്വം അറിയിച്ചു. ക്ഷേത്ര നടയടച്ച ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ 3 ആനകളുടെ അകമ്പടിയിൽ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. താലപ്പൊലിയോടെ ക്ഷേത്രത്തിൽ 52 ദിവസങ്ങളിലായി നടന്നുവരുന്ന കളംപാട്ടിന് സമാപനമാകും. ഗുരുവായൂർ താമരയൂരിൽ ഓട്ടോറിക്ഷയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറെ നടയിലെ ചാരുത മിൽമ ബൂത്ത് ഉടമ താമരയൂർ സ്വദേശി രാമചന്ദ്രൻ, ഓട്ടോ ഡ്രൈവർ മുതുവട്ടൂർ പൊന്നാരശ്ശേരി സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ ഭാഗത്തുനിന്ന് ബൈക്കിലെത്തിയ രാമചന്ദ്രൻ വീടിന് മുന്നിൽ ഇറങ്ങിയ ഉടൻ എതിരെ വന്ന ഓട്ടോറിക്ഷയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയും മറിഞ്ഞു. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റ രാമചന്ദ്രനെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പറവൂർ രാഗേഷ് കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വിനീഷ് തയ്യിൽ, സെക്രട്ടറി മുകുന്ദൻ കുരുമ്പേപ്പറമ്പിൽ, ട്രഷറർ സുനിൽകുമാർ പയ്യപ്പാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 11 തൈപ്പൂയം. 6 ദേശങ്ങളിൽ നിന്നുള്ള കാവടി എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. വൈകിട്ട് 5:30 കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാത്രി മേള കലാനിധി, കിഴക്കൂട്ടനിയന്മാരാർ, മേള കലാരത്നം, കലാമണ്ഡലം ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശതപഞ്ചാരി ആൽത്തറ മേളം നടക്കും. അരിമ്പൂർ പഞ്ചായത്തിലെ വാരിയംപടവ്, വിളക്കുമാടം പടവ് എന്നീ പാടശേഖരങ്ങളെ ബന്ധിപ്പിക്കുന്ന അടമ്പഞ്ചാൽ ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. നേട്ടമാകുന്നത് 2 പടവിലെ കർഷകർക്ക്.
2016-17 വർഷങ്ങളിലാണ് ഈ ബണ്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. ബണ്ട് നിർമ്മിച്ചുവെങ്കിലും ഉയരക്കുറവ് കാരണം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ബണ്ടിന്റെ ഉയരക്കുറവ് കാരണം 3 അകമ്പാടങ്ങളിലേക്ക് വെള്ളം അടിച്ചതിന് ശേഷം മാത്രമേ വാരിയം, വിളക്കുമാടം, കൊടയാട്ടി, തോട്ടുപുര പടവുകളിൽ കൃഷി ഇറക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടമ്പുചാൽ ബണ്ട് 2 അടിയോളം ഉയർത്തണമെന്ന് കഴിഞ്ഞ 4 വർഷമായി കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. നിലമ്പൂർ പഞ്ചായത്തിലെ വാരിയങ്കോൾ പടവിലെ അതിർത്തിയിലുള്ള ബണ്ടാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഈ ബണ്ടിന് നീളം നന്നായിട്ടുണ്ടെങ്കിലും 2 വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള വീതിയില്ല. ഇത് വെളുത്തൂരിൽ നിന്നും മനക്കൊടിയിൽ നിന്നും ഉള്ളിലേക്ക് പോകാനും കൃഷിക്കാർക്ക് നെല്ല് കയറ്റിക്കൊണ്ടുപോകാനും ഏറ്റവും നല്ല ഉചിതമായ പരിപാടിയാണ് കുറച്ച് വീതി കിട്ടുകയാണെങ്കിൽ. മുരളി പെരുന്നെല്ലി MLA-യുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കർഷകരുടെ ആവശ്യം നിറവേറ്റിയത്. ബണ്ട് ഉയർത്തിയതോടെ ഈ പരിസരത്തെ കോൾപ്പാട ശേഖരങ്ങളിൽ ഇരിപ്പൂ കൃഷിക്ക് സാധ്യതയുമേറി. കൂടാതെ ഈ പടവുകളിൽ വിളവെടുക്കുന്ന നെല്ല് വരമ്പത്ത് കയറ്റി അട്ടിയിടാതെ പാടശേഖരങ്ങളിൽ നിന്ന് നേരിട്ട് വാഹനങ്ങളിലേക്ക് കയറ്റാൻ കഴിയുമെന്ന് കാർഷിക വികസന സമിതി ചെയർമാൻ കെ രാഗേഷ് പറഞ്ഞു. 4 വർഷത്തോളമായി ഇവിടുത്തെ കർഷകരുടെ ഒരു ആവശ്യം ബണ്ടിന് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇരിപ്പൂ കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായും കർഷകർക്ക് കൊയ്ത്ത് മിഷൻ ഈ ഭാഗത്തിൽ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ കയറ്റ് കൂലി അധികം ചെലവ് വരുന്ന ഒരു പടവാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നതിനൊക്കെ വളരെയേറെ ആശ്വാസമാണ് കർഷകർക്ക്. ഈ പാടശേഖര സമിതിയിലെ കർഷകർ പറയുന്നത് ഇരിപ്പൂ കൃഷി നടത്തുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നാണ് കർഷകരുടെ ഒരു അഭിപ്രായം. TCV ന്യൂസ്, തൃശൂർ. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് സംവാദം സംഘടിപ്പിച്ചു. സ്വയം വിമർശനാത്മകമായ ആവിഷ്കാരങ്ങളാണ് പുതിയ കാലഘട്ടത്തിന് അനിവാര്യമെന്ന് അശോകൻ ചരുവിൽ പറഞ്ഞു. സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥയെഴുത്ത് പ്രത്യയശാസ്ത്ര നിലപാടുകളുടെ തുറന്നെഴുത്തുകൾ മാത്രമാകില്ലെന്നും പല രചനകളിലും വിഭിന്നമായ ആശയം കൈകാര്യം ചെയ്യുന്നവരെ കഥാപാത്രങ്ങളാക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സംവാദത്തിൽ TD രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, PG ജയപ്രകാശ്, CG രഘുനാഥ്, സുഭാഷ് P തങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് 82,000 രൂപയും 2 ഗ്രാം സ്വർണ്ണക്കമ്മലും മദ്യവും മോഷ്ടിച്ച സംഭവത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കോതോട്ട് വീട്ടിൽ രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രാജനും കുടുംബവും ജനുവരി 30-നാണ് വീട് പൂട്ടി മുംബൈയിലേക്ക് പോയത്. കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നമ്മുടെ നഗരസഭാ സ്ക്വയർ നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, A രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, S രശ്മി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കാലഘട്ടത്തെയും സമൂഹത്തെയും നവീകരിച്ച ഇതിഹാസമായിരുന്നു MT വാസുദേവൻ നായരെന്ന് സിനിമാ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും ചേർന്ന് സംഘടിപ്പിച്ച ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ഉദ്ഘാടന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA മുരളി പെരുന്നെല്ലി ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര പ്രവർത്തകൻ റഷീദ് പാലുവായ്, ഡിസൈനർ KP അബ്ദുൽ നാസർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോമേജ് വിഭാഗത്തിൽ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ പ്രദർശിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചിറ്റാറ്റുകര കിഴക്കേതലയിൽ നടന്ന പ്രതിഷേധ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, CF രാജൻ, RA അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂരിൽ കാണാതായ യുവാവിനെ ഭരതയിലെ ഉപയോഗശൂന്യമായ പാറമടയിലെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ പൂണിശ്ശേരി
പണക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് പാറമടയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ചൊവ്വാഴ്ച മുതലാണ് ഷാജുവിനെ കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കതിനകൾ നിറച്ചും പൊട്ടിച്ചും ഉത്സവ പറമ്പുകളെ ആവേശത്തിലാക്കുന്ന ജോർജ് തന്റെ തൊഴിലിൽ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. മേളക്കാർക്കും പൂരപ്രേമികൾക്കും ആവേശം പകർന്ന് കതിനാവെടികൾ ഉയരും. താളവും കാലവും കണക്കാക്കി കൃത്യതയോടെ തന്നെ മേളപ്രമാണിമാരും സംഘവും ഓരോ കാലങ്ങൾ കൊട്ടിക്കയറുമ്പോൾ ആ വെടിയും പുകയും പകരുന്ന ഊർജവും ചെറുതല്ല. ഉത്സവപ്പറമ്പുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജീവിതവുമായി അവിട്ടത്തൂക്കാരൻ ജോർജ് ഇഴചേർന്നിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ഈ 61കാരന്റെ കരിപുരണ്ട ജീവിതത്തിന് ലഭിച്ച കനത്ത സമ്പത്താകട്ടെ പതിനായിരങ്ങളുടെ മനസ്സിലെ അംഗീകാരവും. പിതാവ് ലോനപ്പന്റെ കൂടെ 10ാം വയസ്സിൽ ഇറങ്ങിയതാണ് ജോർജ് വെടിക്കെട്ടിന്റെ ലോകത്തേക്ക്. അവിട്ടത്തൂരിലെ ഉദിനിപ്പറമ്പിൽ ലോനപ്പൻ തന്റെ മകൻ ജോർജിനെ ഇതിനൊപ്പം പെയിന്റിംഗ് ജോലിയും പഠിപ്പിച്ചു. ഭാര്യ വെറോണിക്കയും ഇരുതൊഴിലുകളിലും പ്രിയതമന് കൈത്താങ്ങായിരുന്നു. അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയ തൊഴിലിൽ ജോർജിന് പ്രധാനപ്പെട്ടതാകട്ടെ കതിനാവെടികളുടെ ലോകവും. ഇതിനകം നൂറുകണക്കിന് ക്ഷേത്രോത്സവങ്ങളിൽ വെടിമുഴക്കി. ക്രൈസ്തവ ദേവാലയങ്ങളിലും കരിമരുന്നിന്റെ വിസ്മയം തീർത്തു. കേരളത്തിന്റെ ഒട്ടുമിക്ക ആഘോഷ പറമ്പുകളിലും ജോർജ് നിറച്ച കതിനകൾ മുഴങ്ങി. ഇക്കാലമത്രയും അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. 10 വയസ്സിൽ ഈ പരിപാടി തുടങ്ങിയതാണ്. 23 കൊല്ലം കതിന പൊട്ടിക്കുന്നു. ഇന്ന് വരെ ഒരു അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല. അത് വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. വെടിക്കെട്ടിലും പലവട്ടം പണിയെടുത്തു. അടുത്തിടെ മരിച്ച കരിമരുന്ന് വ്യാപാരി കാട്ടാളൻ ജോസിന്റെ കൂടെ കർണാടകയിലെ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തി. ഉത്സവകാലമായാൽ ജോർജ് തിരക്കിലായിരിക്കും. ഒരിടത്തു നിന്നും മറ്റൊരു പൂരപ്പറമ്പിലേക്കുള്ള ഓട്ടത്തിൽ. വീട് അവിട്ടത്തൂരാണെങ്കിലും എല്ലാ നാട്ടിലും ജോർജിന് പരിചയക്കാരുടെ ഒരു പട തന്നെയുണ്ട്. TC വിനോസ്, ചാലക്കുടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. KSSPU ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KA രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി ദാനം ചെയ്യുന്ന മാതൃകാ ദമ്പതികളായ KK ബാലകൃഷ്ണൻ, സുലോചന എന്നിവരെ ആദരിച്ചു. മരണാനന്തരം ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി ദാനം ചെയ്യാൻ തീരുമാനിച്ച് ദമ്പതികളായ ബാലകൃഷ്ണനും സുലോചനയും. ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശികളായ ഇരുവരും മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഭൗതിക ശരീരം വിട്ടുനൽകുവാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകി. ദിവസങ്ങൾക്ക് മുമ്പേ ടെലിവിഷൻ ചാനലിൽ കണ്ട ഒരു പ്രോഗ്രാമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ ഇരുവരെയും നയിച്ചത്. MLA NK അക്ബർ ദമ്പതികളെ നേരിട്ടെത്തി അഭിനന്ദിച്ചു. ഞങ്ങൾ ഇത് തീരുമാനമെടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് TV ഒരു പ്രോഗ്രാം, കുറേ ആൾക്കാർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഇതിന് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ തയ്യാറാണ്, ഇനി ആൾക്കാരെ കിട്ടേണ്ടതുണ്ട്, അതുകൊണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് ഇത് ഭയങ്കര ക്ഷാമമാണ്, ഈ ബോഡി കിട്ടാനായിട്ട് വളരെ ക്ഷാമമാണ്, അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഞങ്ങൾ TV ഓൺ ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ TV കണ്ടതിന് ശേഷം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഇത് നമ്മൾ ഈ കത്തിച്ച് കളയാൻ വേണ്ടി നല്ലത് ഈ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു തീരുമാനം. KSU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ് BJPയിൽ ചേർന്നു. കോൺഗ്രസ് രാഷ്ട്രീയം വ്യക്തിപരം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് താൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതെന്ന് സച്ചിദാനന്ദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 6 മാസമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടായില്ല. മാളയിൽ ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സംരക്ഷിക്കുവാനും KSU സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല.
കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം നൽകാൻ പോലും കെഎസ്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടകർക്ക് സാധിച്ചില്ലെന്നും സച്ചിദാനന്ദ് കുറ്റപ്പെടുത്തി. തന്നെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ തയ്യാറായത് ബിജെപി നേതൃത്വമാണെന്നും സച്ചിദാനന്ദ് പറഞ്ഞു. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ.പി. ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെൽ കോർഡിനേറ്റർ പി.എസ്. അനിൽകുമാർ, സംസ്ഥാന സമിതി അംഗം ടി.ബി. സജീവൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ.ആർ. ജിതേഷ്, എടവിലങ്ങം മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ വരുന്ന വാഹനങ്ങളിൽ നിന്നും അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിർത്തിവച്ചു. പാർക്കിംഗ് ഫീ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോളി ജോൺ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, ജോയ് പല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗം സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് സിന്ധു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി ബബിമോൾ സംസാരിച്ചു. ഓണറേറിയം 15,000 രൂപയായി വർദ്ധിപ്പിക്കുക, കുടിശ്ശിക തീർത്ത് വേതനം എല്ലാ മാസത്തിലും വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. നിർധനരും നിരാലംബരുമായ 3 കുടുംബങ്ങളുടെ വായ്പ തിരിച്ചടച്ച് കേരള ബാങ്ക് ജീവനക്കാരുടെ കാരുണ്യ സ്പർശം. കേരള ബാങ്ക് തൃശൂർ ക്രെഡിറ്റ് പ്രോസസിംഗ് സെന്ററിന് കീഴിൽ വരുന്ന വടക്കാഞ്ചേരി, ഒല്ലൂർ, കേച്ചേരി ശാഖകളിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് മാതൃകയായത്. വടക്കാഞ്ചേരി മങ്കര സ്വദേശിയായ ഹരിനാരായണൻ വടക്കാഞ്ചേരി ശാഖയിൽ നിന്നും വായ്പയെടുത്ത തുകയിൽ 50,000 രൂപ ശാഖാ ജീവനക്കാരും ക്രെഡിറ്റ് പ്രോസസിംഗ് സെന്ററിലെ ജീവനക്കാരും ചേർന്ന് സ്വരൂപിച്ച് തിരിച്ചടച്ചാണ് വായ്പാ ബാധ്യത അവസാനിപ്പിച്ചത്. പൊന്നൂക്കര സ്വദേശിയായ സുലോചനയുടെ ഒല്ലൂർ ശാഖയിലുള്ള വായ്പയിൽ ശേഷിച്ച 1,10,500 രൂപയാണ് ശാഖാ ജീവനക്കാർ, ക്രെഡിറ്റ് പ്രോസസിംഗ് സെന്റർ ജീവനക്കാർ, റീജിയണൽ ഓഫീസ് ജീവനക്കാർ എന്നിവർ ചേർന്ന് തിരിച്ചടച്ചത്. കേച്ചേരി ശാഖയിൽ കരൾ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്ന 6 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ മാതാപിതാക്കളായ വത്സൻ സീന ദമ്പതികളുടെ വായ്പ ശാഖാ മാനേജർ PJ ജോളി സ്വന്തം നിലയിൽ അടയ്ക്കുകയായിരുന്നു. വായ്പ അവസാനിപ്പിക്കാൻ ആവശ്യമായ 1,06,000 രൂപയിൽ 88,000 രൂപയാണ് ജോളി അടച്ചത്. ബാങ്ക് റീജിയണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, വൈസ് പ്രസിഡന്റ് MK കണ്ണൻ എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങൾക്ക് ആധാരരേഖകൾ തിരിച്ചു നൽകി. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റി ചാവക്കാട് ഏരിയ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും ഖബറും സേവനശാലകളും മുസ്ലിമിന്റെ സ്വത്തവകാശവും കവർന്നെടുക്കുന്ന നീക്കമാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ പ്രഭാഷകൻ ജമാഅത്ത് ഇസ്ലാമി തൃശൂർ ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ മുതുവട്ടൂർ പറഞ്ഞു. യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ജഫീർ അറഫാത്ത്, ലുക്മാൻ, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി യാസിർ അബ്ദുൾ റസാഖ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. എടത്തിരുത്തി പഞ്ചായത്ത് മത്സ്യ ഗ്രാമസഭയും ലാപ്ടോപ്പ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, VV ജയൻ, PS ഷമീർ, ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ, സാഗർ, മിത്ര, നീതു, സഹകരണ പ്രസിഡന്റ് ദിവാകരൻ കൊച്ചിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തിരുവില്ലാമല പഞ്ചായത്തിൽ തുടക്കമായി. കുത്താമ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, വിനി ഉണ്ണികൃഷ്ണൻ, സ്മിത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ, K പ്രകാശൻ, ബേബി രജിത, പഞ്ചായത്ത് സെക്രട്ടറി രേഖ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കുത്താമ്പുള്ളി മെഡിക്കൽ ഓഫീസർ പ്രമീള റാണി ക്ലാസ്സെടുത്തു. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരൻ ചൊവ്വന്നൂർ സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ സത്യൻ, ബൈക്ക് യാത്രികർ ഉനുമനയൂർ സ്വദേശി വിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്.
കുന്നംകുളം ഭാഗത്തു നിന്ന് പന്നിത്തടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അളഗപ്പ നഗർ പുളിഞ്ചോട് കൈതക്കുളം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. കൈതക്കുളം പുനരുദ്ധാരണത്തിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അശ്വതി പ്രവീൺ, പ്രിൻസി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം മായ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തലകുലുക്കി ചെവിയും വാലും മാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയും സിത്താറിസ്റ്റുമായ അനുഷ്ക ശങ്കറും ചേർന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമ്മാനിച്ച മെക്കാനിക്കൽ ആനയുടെ സമർപ്പണം നടന്നു. ഉണ്ണായി വാര്യർ കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ ആനയുടെ സമർപ്പണം നിർവഹിച്ചു. കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിന്ന കോമ്പാറ കണ്ണനെ കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി, ഹെറിറ്റേജ് അനിമൽ ടാക്സ് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം, ശ്രീകുട്ടി രാജെ, അനുഷ്ക യാദവ്, ശ്രേയ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവനാട് മനയുടെ കീഴിൽ വരുന്ന 100ഓളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2016 മുതൽ ഉത്സവത്തിന് തേരിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ പെറ്റ ഇന്ത്യ ക്ഷേത്രം അധികൃതരെ സമീപിച്ച് മെക്കാനിക്കൽ ആനയെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ദുബായ് ഫെസ്റ്റിവലിന് ഉൾപ്പെടെ മെക്കാനിക്കൽ ആനകളെ നിർമ്മിച്ചു നൽകിയ ചാലക്കുടി പോട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷനിലെ ശില്പികളായ P പ്രശാന്ത്, KM ജിനേഷ്, MR റോബിൻ, സാൻജോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതിയും ആനയേക്കം, ചമയം, മറ്റു സാമ്പത്തിക ചെലവുകളും ആന വിരണ്ടോടിയുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന തീരുമാനം ക്ഷേത്ര കമ്മിറ്റി എടുത്തത്. ക്ഷേത്രാചാരങ്ങൾ മറ്റും തെറ്റാതെ നടക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ വെടിക്കെട്ട് പോലുള്ള പരിപാടികൾ നടത്താറില്ല. തേരിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ ഭക്തരും അത് ഏറ്റെടുത്തു എന്ന് ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി പറഞ്ഞു. ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇരിഞ്ഞാലക്കുട അമ്പലം പോലെ വലിയ വിശാലമായിട്ടുള്ള മതിൽക്കകളുള്ള സ്ഥലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ചെറിയ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആനകളെ പാലിക്കുന്നവർ അത് വേണ്ട രീതിയിലല്ല പാലിക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ കൈവിട്ടു പോകുന്നത്. 800 കിലോഗ്രാം ഭാരമുള്ള ആനയെ റബ്ബർ, ഫൈബർ, മെറ്റൽ, മെഷ്, ഫോം ഷീറ്റ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 മോട്ടോറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് തലയാട്ടാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കുവാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്തുവാനും വെള്ളം തെളിയിക്കുവാനും കഴിയും. ആളുകൾക്ക് കയറി ഇരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. പെറ്റ ഇന്ത്യ സഹകരണത്തോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന 5ാമത്തെയും തൃശൂർ ജില്ലയിലെ 2ാമത്തെയും യന്ത്രയാനയാണ് കോമ്പാറ കണ്ണൻ. TCV ഇരിങ്ങാലക്കുട. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ കുടുംബ സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ, ട്രഷറർ OA വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് വാസുദേവൻ നായർ, ജോയിന്റ് സെക്രട്ടറി PI സുബ്രഹ്മണ്യൻ, സുധാ മാരാർ, PA വിശ്വംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, PS ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്,
പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,880 രൂപ, പവന് 63,040 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,407 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ആകാശ് ബസിലെ ഡ്രൈവറാണ് അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയത്. ഡ്രൈവർ മൂർക്കനാട് സ്വദേശി രാധാകൃഷ്ണനെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടന്ന CSR തട്ടിപ്പിൽ തൃശൂർ ജില്ലയിലും വൻ കൊള്ള. ജില്ലയിൽ മാത്രം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി പരാതി. മറ്റത്തൂർ പുത്തനോളിയിലെ മൈക്രോ വാട്ടർഷെഡ് അസോസിയേഷൻ കെട്ടിടം ശോച്യാവസ്ഥയിൽ. കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന KSEBയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാൻ ദേവസ്വത്തിന് നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.